മാധവിയല്ല മനസ്സിൽ കണ്ടത്, ഞാൻ സുഹാസിനിയാണ് കണ്ടത്. അവർ കഥ കേട്ട് ഒത്തിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത് ചെയ്യത്തില്ല. ആകാശദൂത് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ സഹോദരിയുടെ മകനാണ്, ഡെന്നിസ് ജോസഫ്. അവൻ ഇന്നില്ല, എൻ്റെ മൂത്ത സഹോദരിയുടെ മകനാണ്. അതിലേക്ക് വരാൻ കാരണം, ആ ആകാശദൂതിനൊരു ബേസ് കഥയുണ്ട്. അത് ശരിക്കും ഒരു ഇംഗ്ലീഷ് ടെലി സീരിയലിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ ഒരു ആശയം, ഹൂ വിൽ ലവ് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ടെലി സീരിയലുണ്ട്. അതിൻ്റെ കഥ എൻ്റെ വൈഫും ഡെയ്സിയും എല്ലാം കൂടെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതിന് ഒരാശയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡെന്നീസിനോട് ഇതേപ്പറ്റി സൂചിപ്പിച്ചപ്പം അവനും കണ്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു ശരിയാണ്, ഇതൊരു നല്ല സിനിമയ്ക്കുള്ള ഇതുണ്ട്. അങ്ങനെ ഡെന്നീസാണ് അത് എഴുതിയത്. പിന്നെ ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സിബി മലയിലാണ് അത് സംവിധാനം ചെയ്തത്. അതിലൊക്കെ ഉപരി എൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് മാന്നാനത്താണ് ഷൂട്ട് ചെയ്തത്. ഞാൻ പഠിച്ച സ്കൂളാണ്. എനിക്കവിടെ ആകാശദൂത് ഷൂട്ട് ചെയ്യാൻ ഒത്തിരി സൗകര്യങ്ങൾ അവിടുത്തെ ബഹുമാനപ്പെട്ട ഈ പുരോഹിതന്മാർ നമുക്ക് ചെയ്തു തന്നു. പള്ളി, അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അതിലുപരി മാധവിയും മുരളിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഭാഗ്യം കിട്ടിയത് അതിൽ അഭിനയിച്ച 4 കുട്ടികളാണ്. അതൊരു ചെറിയ കാര്യമല്ല. കൊച്ചുകുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുക, അതൊക്കെ സിബിയുടെ കഴിവാണ്. ആ 4 കുട്ടികളാണ് ഇന്നും പ്രേക്ഷക മനസ്സിൽ കിടക്കുന്നതെന്നാണ് എൻ്റെ വിചാരം. കാരണം അവർ ഇപ്പോഴും എന്നോട് വല്ലതും ചോദിക്കാറുണ്ട്, അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത്രയും വർഷങ്ങളായില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ സീന ആൻ്റണി, അതുപോലെ മാർട്ടിൻ എന്ന് പറയുന്ന പയ്യൻ, അവൻ്റെ ബേസിക്കലി മാന്നാനക്കാരനാണ്, കാല് വയ്യാതെ അഭിനയിച്ച ആ പയ്യനിപ്പം ഖത്തറിലാണ്. ഞാൻ ഈയിടെ കണ്ടു, എന്നേക്കാൾ വലിപ്പമുണ്ട് അല്ലേ, സന്തോഷം അവരെ കാണുമ്പോഴേ. അപ്പം ആകാശദൂതിലേക്ക് പോയത് അങ്ങനെ തന്നെയാണ്. കാരണം കഥ പറഞ്ഞപ്പോൾ, അതിൻ്റെ ആശയം പറഞ്ഞപ്പം സിബി മലയിലും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഡെന്നീസിൻ്റെ വളരെ മനോഹരമായ സ്ക്രിപ്റ്റാണ് അതിൻ്റെ. പിന്നെ അതിലെ പാട്ടുകൾ, ONV സാറാണ് പാട്ട് എഴുതിയിരിക്കുന്നത്, ഔസപ്പച്ചനാണ് സംഗീതം. അതിലെ പാട്ടുകളൊക്കെ വളരെ ഹിറ്റാണ്. പ്രത്യേകിച്ച് രാപ്പാടി കേഴുന്നു എന്നുള്ള പാട്ട്, പിന്നെ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള ആ പാട്ടുകൾ അതൊക്കെ മനോഹരമായിട്ട് യേശുദാസും പാടി, ചിത്ര പാടി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ആഹ്ലാദകരമായ ഒന്നായിരുന്നു. ആ പടം എടുക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ഔട്ട്കമ്മിനെ പറ്റി ഞങ്ങൾക്കെല്ലാം ചെറിയ സംശയമുണ്ടായത്. കാരണം മാധവി അന്നൊരു പൊതുജനങ്ങളുടെ മധ്യത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ അത്ര പോപ്പുലർ അല്ല. അവർ ചെയ്തിരിക്കുന്ന വേഷങ്ങളൊക്കെ വേറെ സൈസ് വേഷങ്ങളാണ്. മുരളി നായകനാണ്, ശരിയാണ്, ഒരു റഫ് ക്യാരക്ടറായിട്ട് മനസ്സിലുണ്ട്. പക്ഷേ ഇവരെ രണ്ടുപേരെയും മാത്രം വെച്ച് 4 പുതിയ കുട്ടികളെയും വെച്ച് ഒരു സിനിമ ഇറക്കുമ്പോൾ എങ്ങനെ വരുമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ആശങ്ക ഇല്ലാതില്ല. പക്ഷേ ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമാണ് അത് എടുക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ആ പടത്തിൻ്റെ പിന്നീടുള്ള കഥകളൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ട്. കാരണം ആദ്യത്തെ 2-3 ദിവസം ആളില്ലായിരുന്നു തിയേറ്ററിൽ. അത് പല പരാമർശങ്ങളുണ്ടായി, അത് കരച്ചിൽ പടമാണ്, അതിനകത്ത് റിലീഫൊന്നുമില്ല, വളരെ സങ്കടപരമായ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇറങ്ങിയ ആദ്യത്തെ 3-4 ദിവസം ഞാനും ആ ചിത്രത്തിൽ എന്നോടുകൂടി സഹകരിച്ച എനിക്ക് 2 പാർട്ട്നേഴ്സുണ്ട്. ഞങ്ങൾക്കൊക്കെ വിഷമമായിരുന്നു, ഇതെങ്ങനെയായിരുന്നു സംഭവിക്കും, 3-4 ദിവസമായിട്ട് തിയേറ്ററിൽ ആൾ കയറുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടറും ഒക്കെ ഒത്തിരി വിഷമം കാണിച്ചു. പക്ഷേ ഡയറക്ടർ സിബി മലയിൽ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. സിബി പറഞ്ഞത് ഇത് ഓടും, ഈ പടം ജനങ്ങളിലേക്ക് വരും. അത് പറഞ്ഞ പോലെ ശരിയായി. 5-ാം ദിവസം മുതൽ നിലയ്ക്കാത്ത പ്രവാഹം എല്ലാ തിയേറ്ററിലും നല്ലൊരു റെസ്പോൺസ് കിട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ദൈവാനുഗ്രഹിച്ചൊരു സിനിമയാണ്. അതെ. അപ്പം ഇപ്പം ആകാശദൂത് ഇപ്പോഴും ഒരു എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണല്ലോ ആകാശദൂത്. ഇപ്പോഴും ഈ 2025-ലും ആൾക്കാർ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴും ആൾക്കാർ സാറിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ആ ഒരു സിനിമേനെ പറ്റിയിട്ടായിരിക്കും അല്ലേ? അപ്പം അതൊക്കെ എങ്ങനെ സാറ് കാണുന്നത്? അല്ല, അതൊരു അഭിമാനത്തിന്റെ ഇതാണ്. ഞാനതൊരു എൻ്റെ ഒരു പ്രൊഡ്യൂസർ ആയല്ലോ എന്നുള്ളൊരു നിമിത്തം. അതിൻ്റെ ഞാൻ ക്രെഡിറ്റ് എല്ലാം കൊടുക്കുന്നത് ഡെന്നീസിനും സിബിക്കുമാണ്. ആ പടം ഇങ്ങനെ ആക്കിയെടുത്തത് വളരെ
ചുരുങ്ങിയ ചെലവിലാണ് അത് ചെയ്തത്. വലിയ എന്താ പറഞ്ഞത്, ഇപ്പം വേണമെങ്കിൽ അതിലെ പാട്ടുകളൊക്കെ വേണമെങ്കിൽ ആ കാട്ടിലെ അമ്മേനെ പാട്ട് പഠിപ്പിക്കുന്ന ആ പാട്ടൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ആദ്യം വാഗമണിലോ കൊടൈക്കനാലിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് മതി എന്ന് സിബിയും ഞങ്ങളുടെ കൂടെ നിന്നു. അതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. പിന്നെ ജനങ്ങൾ ഒരു പടം സ്വീകരിക്കുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അവർ സ്വീകരിച്ചു, അത് ശരിയാണ്, നമുക്ക് അഭിമാനമുണ്ട്. അപ്പം അതോടൊപ്പം ഞാൻ ഈ അതിനു വേണ്ടി പണിയെടുത്തവരെയൊക്കെ ഓർക്കും. ONV സാറൊക്കെ മരിച്ചുപോയി. ONV സാറ് വളരെ സന്തോഷമായിട്ട് ആ പാട്ടൊക്കെ എഴുതി തന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും, അതുപോലെ ഔസേപ്പച്ചൻ്റെ വളരെ മനോഹരമായ റെക്കോർഡിങ്ങും ഒക്കെ ആ പടത്തിന് മുതൽക്കൂട്ടാണ്. അപ്പം അവർക്ക് എന്നേക്കാൾ കൂടുതൽ ശരിക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മുരളി സാറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയം? മുരളിയായിട്ട് എനിക്ക് ആ സിനിമയ്ക്ക് മുമ്പ് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. സിബി മലയിലാണ്, കാരണം സിബിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്, അങ്ങനെയാണ് വന്നത് എന്ന് തന്നെയല്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം മാധവിയുടെ കാസ്റ്റിംഗ് ആണ്. മാധവിയല്ല മനസ്സിൽ കണ്ടത്, ഞാൻ സുഹാസിനിയാണ് കണ്ടത്. അപ്പം സുഹാസിനി എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ആ ഒരു നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ സുഹാസിനിയെ ഞാൻ വിളിച്ച് പറഞ്ഞിങ്ങനെ ഈ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒന്ന് കേൾക്കാവോ. അപ്പം 83-ലാണ് കൂടെ ചെയ്യുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആകാശദൂത്. അപ്പം കാലം ഒത്തിരി കടന്നുപോയി. എങ്കിലും സുഹാസിനി പറഞ്ഞു, അയ്യോ സാറേ കേൾക്കാം, കഥ കേൾക്കാം. അങ്ങനെ ഞാനും സിബിയും കൂടെ മദ്രാസിൽ പോയി അവരുടെ വീട്ടിൽ പോയി കഥ പറഞ്ഞു. അവർ കഥ കേട്ട് ഒത്തിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാനിത് ചെയ്യത്തില്ല. കാരണം ഇത് വളരെ ഇത് കഥ കേൾക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു അമ്മയാണ്. 83-ൽ കൂടെ സമയത്ത് അവർ കല്യാണം കഴിച്ചിട്ടില്ല. ഈ 93-ൽ അവർ കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ട്, കൊച്ചുകുട്ടിയാണ്. അപ്പം എനിക്ക് ആ കൊച്ചുകുട്ടിയുണ്ട്. എനിക്ക് ഈ കഥ കേട്ടിട്ട് എനിക്ക് തന്നെ മാനസികമായിട്ടിതുകൊണ്ട് അത് സാറേ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞാണ്. അങ്ങനെയാണ് ലാസ്റ്റ് ഇത് മാധവിയിലേക്ക് വന്നത്. ഇതിൻ്റെ വേറൊരു കാര്യം, ഞങ്ങൾ ഈ ചിത്രം ഇത്ര ഗംഭീരമായിട്ട് ജനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു മത്സരം വെച്ചായിരുന്നു ആ പടത്തിന്. അതായത് പത്രത്തിലൊക്കെ കൊടുത്തൊരു പരസ്യമാണ്. ഈ ആകാശദൂതിലെ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ 10 രംഗങ്ങൾ ഓർഡർ അനുസരിച്ച് എഴുതി അയക്കുന്നവർക്ക് ഒരു കാർ സമ്മാനം, പിന്നെ ഒരു സിംഗപ്പൂർ യാത്ര, അങ്ങനെ ഒരു പരസ്യം. അത് ശരിയാണ്, ബിസിനസ്സിന് വേണ്ടിയും കൂടെ ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾക്ക് ധാരാളം മറുപടികൾ കിട്ടി. അത് ആ രംഗങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ജൂറിയിൽ സുഹാസിനി ഉണ്ടായിരുന്നു. സുഹാസിനിയും ലോഹിതദാസും കൂടെയാണ് അത് കണ്ടിട്ട് തീരുമാനിച്ചത്. അതിന് പ്രൈസ് കിട്ടി, അവർക്ക് ഞങ്ങൾ പ്രൈസ് കൊടുത്തു. പക്ഷേ അത് അന്ന് കണ്ടു കഴിഞ്ഞ സുഹാസിനി ഒരു വാക്ക് പറഞ്ഞു, എനിക്കിത് ചെയ്യാമായിരുന്നു എന്ന് സുഹാസിനി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ആകാശത്തിനെ പറ്റി ഉണ്ട്.